ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ. അത്യാധുനിക ആയുധങ്ങളും ടാങ്കുകളുമായി ഗാസ സിറ്റിയിലേക്കാണ് ഇസ്രായേലി സൈന്യം നീങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി നിലകൊള്ളുന്നത് ഗാസ സിറ്റിയിലെ ഭൂഗർഭ അറകളും തുരങ്ക ശൃംഖലകളും ആണെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇന്നലെ ഹമാസ് തീവ്രവാദികളുടേതെന്ന് സംശയിക്കുന്ന നിരവധി സ്ഥലങ്ങളിൽ കരയാക്രമണവും വ്യോമാക്രമണവും നടത്തിയതായി ഇസ്രായേലി സൈന്യം വ്യക്തമാക്കി. യുദ്ധം തുടങ്ങി ഇതുവരെ ഗാസയിലെ 11,000-ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഗാസ സിറ്റിയിലേക്ക് നീങ്ങുന്ന ഇസ്രായേൽ സൈന്യവും ഹമാസ് തീവ്രവാദികളും തമ്മിൽ നിരവധി സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടൽ തുടരുന്നതായാണ് സൂചന. ഏറ്റുമുട്ടലിൽ തങ്ങളുടെ 9 സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി ഹമാസ് തീവ്രവാദികളെ വധിച്ചതായും ഇസ്രായേലി സൈന്യം അറിയിച്ചു. കഴിഞ്ഞ ദിവസവും 2 ഇസ്രായേലി സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടന്നുകയറി ആക്രമണം നടത്തിയ ഒക്ടോബർ 7 മുതൽ ഇതുവരെ മരിച്ച ഇസ്രായേൽ സൈനികരുടെ എണ്ണം 326 ആയിട്ടുണ്ട്.